അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പൊ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, വലിയ അശുദ്ധിയുടെ കാരണം. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ബ്രാക്കറ്റിലുള്ളത് വായിച്ചു നോക്കാം. ഇസ്തിഹാദത്ത്, ഹൈള്, 3, 4, മുഅല്ലദ്, മുതവസ്സിത്ത്. അപ്പോൾ വലിയ അശുദ്ധിയുടെ കാരണം ഹൈള് ആണ്. അപ്പൊ ആ ബ്രാക്കറ്റിൽ നിന്നും ഹൈള് എന്നുള്ളത് എടുത്തെഴുതുക. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല. ഇസ്തിഹാദത്ത്. അപ്പൊ അവിടെ ഇസ്തിഹാദത്ത് എന്ന് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, കഠോരമായ നജസ്, മുഅല്ലദ്. നാലാമത്തെ ചോദ്യം, സകാത്തിന്റെ അവകാശികളുടെ ഷർത്തുകൾ, 3. അഞ്ചാമത്തെ ചോദ്യം, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, 4. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് ശരി അടയാളപ്പെടുത്താം. അപ്പൊ താഴെ 5ഓളം ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോന്നിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, തയമ്മുമിന് മണ്ണ് അടിച്ചെടുക്കൽ ഫർള്, സുന്നത്ത്, ഷർത്ത്. ഏതാണ്? ഫർളാണ്. അപ്പൊ അവിടെ ഫർള് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദിച്ചത്, മുഅല്ലദ്, മുതവസ്സിത്ത്, മുഖഫഫ്. ഏതാണ്? മുതവസ്സിത്താണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, ഇസ്ലാമിന്റെ 3ാമത്തെ ഫർള്, സൗമ്, സ്വലാത്ത്, സകാത്ത്. സകാത്ത് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, സകാത്തിന്റെ അവകാശികൾ 14, 8, 6. 8 എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം, മുഹ്രിം സുഗന്ധം ഉപയോഗിക്കൽ, സുന്നത്ത്, ജായിസ്, ഹറാം. ഹറാമാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ചോദ്യം, വിധി എഴുതാം എന്നുള്ളതാണ്. 5 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും വിധി അവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ത്വവാഫിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തൽ. എന്താണ് അതിന്റെ വിധി? സുന്നത്താണ്. രണ്ടാമത്തെ ചോദ്യം, സഗീർ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ, കറാഹത്താണ്. അപ്പൊ അവിടെ കറാഹത്ത് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, വകതരിവില്ലാത്തവരെ മുസ്ഹഫ് തൊടുന്നതിൽ നിന്ന് തടയൽ, വാജിബ്. നാലാമത്തത്, ഹൈലുകാരി നോമ്പനുഷ്ഠിക്കൽ, ഹറാം. അഞ്ചാമത്തത്, ജന്നത്തുൽ ബഖീഇൽ എന്നും സിയാറത്ത് ചെയ്യൽ. എന്താണ്? സുന്നത്ത്. നാലാമത്തെ ചോദ്യം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, ലൈസ അലൻ നിസാഇ ഹൽഖുൻ ഇന്നമ അലൻ നിസാഇ. ബാക്കി എന്താണ് വരിക? അത്തഖ്സീറു എന്നുള്ളതാണ്. അതവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത്, വൽ യത്തവഫു. ബാക്കി എന്താണ്? ബിൽ ബൈത്തിൽ അതീഖി എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. മൂന്നാമത്തത്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി ഡാഷ്. അപ്പൊ അവിടെ മനിസ്തതഅ ഇലൈഹി സബീല എന്നുള്ളതാണ്. ഇനി നാലാമത്തത്, നവൈതു സൗമ ഡാഷ് അൻ അദാഇ ഡാഷ് ഹാദിഹി സനത്തി ലില്ലാഹി തആല. അപ്പൊ അവിടെ അൻ എന്നുള്ളതും പിന്നെ ഫർലി റമദാനി എന്നുള്ളതുമാണ് അവിടെ എഴുതാനുള്ളത്. അപ്പോൾ കൂട്ടി വയ്ക്കുമ്പോൾ നവൈതു സൗമഅദിൻ അൻ അദാഇ ഫർലി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല എന്ന് വരും. ഇനി 5ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 10 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, മക്കയിലുള്ളവരുടെ ഹജ്ജിന്റെ മീഖാത്ത് അത് ഏത് തന്നെയാണ്? മക്ക. അവിടെ മക്ക എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, ബലി എന്നാൽ എന്ത്? ഉത്തരം, ഉളിഹിയത്തിന്
മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ്. അപ്പൊ അതിനാണ് എന്ത് പറയുക? ബലി എന്ന് പറയുക. മൂന്നാമത്തത്, രാത്രി തന്നെ നിയ്യത്ത് വേണം. ഏത് നോമ്പിന്? ഫർള് നോമ്പിന്. നാലാമത്തത്, ഹജ്ജിന്റെ വാജിബാത്തുകളുടെ എണ്ണം എത്രയാണ്? 5. അഞ്ചാമത്തെ ചോദ്യം, സകാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേര്? സകാത്തുൽ ബദൻ. ആറാമത്തത്, 5 ഒട്ടകങ്ങൾക്ക് നൽകേണ്ടുന്ന സകാത്ത് 1 ആട്. ഏഴാമത്തത്, ധാന്യങ്ങളിൽ സകാത്തിന്റെ ലിറ്റർ കണക്ക് 960. എട്ടാമത്തത്, സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ്, ലഹരി ദ്രാവകങ്ങൾ. 9, വുളൂഅ് ഇല്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര്? ചെറിയ അശുദ്ധി. ഇനി അവസാനത്തെ ചോദ്യമാണ്, ഒരു തയമ്മും കൊണ്ട് എത്ര ജനാസ നിസ്കരിക്കാം? ഉത്തരം, എത്രയും ആവാം. ഇനി ആറാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായി നോക്കാം. ഇസ്തിഹാദത്ത്. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം, അതിനാണ് പറയുന്നത് എന്ത്? ഇസ്തിഹാദത്ത്. രണ്ടാമത്തെ ചോദ്യം, ഇഅ്തികാഫ്. ഉത്തരം, നിസ്കാരത്തിന്റെ തുമഅ്നീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കൽ. അപ്പൊ അതിനാണ് എന്ത് പറയുക? ഇഅ്തികാഫ് എന്ന് പറയുക. മൂന്നാമത്തെ ചോദ്യം, നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ? 2 പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീഖ്, ഷെക്കിന്റെ ദിവസം. നാലാമത്തെ ചോദ്യം, മിസ്കീന്. എന്താണ്? ആരാ മിസ്കീന്? ചിലവിന്റെ 80% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവൻ, അവർക്കാണ് എന്ത് പറയുക? മിസ്കീൻ എന്ന് പറയുക. അഞ്ചാമത്തത്, ഖിറാൻ. ഉത്തരം, ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യൽ. അപ്പൊ അതിനാണ് പറയുന്ന പേരാണ് എന്ത്? ഖിറാൻ എന്ന് പറയുക. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് സാരം എഴുതാം. 1, അഹബ്ബു ഇബാദി ഇലയ്യ അഅ്ജലുഹും ഫിത്റ. അതിന്റെ അർത്ഥം, എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവരാണ്. രണ്ടാമത്തത്, മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. അർത്ഥം, ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല, എന്നാൽ അവൻ എന്നോട് പിണങ്ങി. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.